എല്ലാവർക്കും നമസ്കാരം. മഹാന്മാർ ജീവിച്ച സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങളായി മാറുന്നു. അവ ദേവാലയങ്ങൾക്ക് തുല്യം വിശുദ്ധിയുള്ളതായിത്തീരുന്നു. കാരണം അവരുടെ ചിന്തകളും പ്രാർത്ഥനകളും അവിടെ കുടികൊള്ളുന്നു. ശ്രീനാരായണ ഗുരു ജീവിച്ചത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ജാതിയില്ല, വിഭാഗങ്ങളില്ല എന്ന സന്ദേശത്തിൻ്റെ തേജസ് ലോകമെങ്ങും പ്രസരിച്ചത്. ജാതിരഹിതവും വർഗരഹിതവുമായ ഒരു സമുദായം കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹം അഭിലഷിച്ചത്. എന്നാൽ അതിനുള്ള അടിസ്ഥാനപരമായ സമീപനം നിർബന്ധത്തിൻ്റെയോ ഭീഷണിയുടെയോ മാർഗത്തിലൂടെ ആവരുത്, ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും മാർഗത്തിലൂടെ ആവണം. അതാണ് ശ്രീനാരായണീയരുടെ സമീപനം. ഹൃദയത്തിലും മനസ്സിലും മാറ്റമുണ്ടായില്ലെങ്കിൽ നമ്മുടെ ഏതു പരിവർത്തനവും കേവലം ഉപരിപ്ലവം മാത്രമായിരിക്കും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശിവഗിരി സന്ദർശനകാലത്ത് പറഞ്ഞ വാക്കുകളാണിവ. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിലെ 5-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് മനസ്സിലാക്കാം. ശ്ലോകം ഇപ്രകാരമാണ്: നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഒരിക്കൽ കൂടി പറയാം: നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നമുക്കിതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. സൃഷ്ടി എന്നാൽ ഏതെങ്കിലും പുതുതായി ഉണ്ടാക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് നമുക്ക് സൃഷ്ടി എന്ന് പറയാം. അതിൻ്റെ വേദാന്തപരമായ അർത്ഥം പ്രപഞ്ചം രൂപപ്പെടുന്ന പ്രക്രിയ. ആ അർത്ഥം നമുക്കിവിടെ എടുക്കാം. സൃഷ്ടാവെന്നാൽ സൃഷ്ടി പ്രക്രിയയ്ക്ക് കാരണക്കാരൻ, അതായത് സൃഷ്ടി നിർവഹിക്കുന്നയാൾ. സൃഷ്ടിജാലം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് പ്രപഞ്ചത്തിലെ സർവ്വതും. ഇത് അതിൻ്റെ ദാർശനികമായ അർത്ഥമാണ്. സൃഷ്ടിക്കുള്ള സാമഗ്രി പ്രപഞ്ചമായി മാറിയ വസ്തു, അതായത് സൃഷ്ടി നടത്തുന്നതിന് ഉപയോഗിച്ച വസ്തു എന്നർത്ഥം. ദൈവമേ, ഈ പ്രപഞ്ചം രൂപപ്പെടുത്തുന്നതിന് കാരണമായ സൃഷ്ടി എന്ന പ്രക്രിയയും നീയാണ്. ഈ സൃഷ്ടി നടത്തുന്ന സൃഷ്ടികർത്താവും നീ തന്നെയാണ്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലെ വൈവിധ്യമാർന്ന സകലതും നീ തന്നെയാണ്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടതായ പദാർത്ഥം അഥവാ സാമഗ്രിയും നീ തന്നെയാണ്. അതായത് ഉള്ളതെല്ലാം ഏകമായ പരബ്രഹ്മം മാത്രമാണ് എന്ന് സാരം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നതും സൃഷ്ടി എന്ന ക്രിയയായിരിക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടവനായിരിക്കുന്നതും സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കപ്പെട്ട വസ്തുവായിരിക്കുന്നതും ദൈവമേ നീ തന്നെയാണ്. ദൈവം അവിടുത്തെ മഹിമയാകുന്ന മായയാൽ നടത്തുന്ന സൃഷ്ടിയുടെ ഭാഗമാണ് ഞങ്ങളെന്നും, ഇതിൽ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും എല്ലാം ദൈവം തന്നെയാണെന്നും, ഈ സൃഷ്ടിക്ക് നിദാനമായ മായയും ആ മായയ്ക്ക് കാരണഭൂതനായ പരബ്രഹ്മവും ഒരേ സത്യം തന്നെയാണെന്നും, ആ സത്യമല്ലാതെ വേറൊന്നുമില്ല എന്നുള്ള വേദാന്തപരമായ അദ്വൈത തത്വത്തെയാണ് ദൈവദശകത്തിലെ ഈ ശ്ലോകം വെളിവാക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു തത്വാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് എന്നും നമുക്ക് പറയാം. ഓം ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.